മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും വെസ്റ്റ് ഏഷ്യയിൽ നിന്നും വരുന്ന ചില റിപ്പോർട്ടുകൾ ഇറാൻ 1% പോലും ശുഭസൂചകമല്ല. പല റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്, അതായത് ഈ പറയുന്ന ലോക്കലായിട്ടുള്ള സംഭവം, അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ ബേസുകൾ, അതായത് അമേരിക്കൻ ആർമിയും ഡിഫൻസും ഇസ്രായേലുമായിട്ട് ജോയിൻ ചെയ്ത് ഇറാനെ അറ്റാക്ക് ചെയ്യുക, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യും. മറ്റു ചില റിപ്പോർട്ട് വരുന്നത് ചിലപ്പോൾ 10-15 ദിവസം, 1 മാസത്തിനുള്ളിൽ ആക്രമണം നടക്കും. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം മനസ്സിലാക്കുക. ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡാവോസിൽ ഒരു പ്രസ്താവന കൊടുത്തു. അത് കഴിഞ്ഞ് ഇറാനിലും വന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന കൊടുത്തു. ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ആക്രമിക്കുകയാണെങ്കിൽ, പെട്ടെന്നുള്ള പ്രസ്താവനയാണ്, ഇതൊരു വലിയ യുദ്ധത്തിലൊക്കെ പോകും എന്ന് അദ്ദേഹം പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടുകൾ ഓരോന്നായിട്ട് എമേർജ് ചെയ്യുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിൽ അനലൈസ് ചെയ്യാനുള്ള സംഭവം? നിങ്ങൾക്കറിയാം, ഇറാനും അമേരിക്കയുമായിട്ട് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഒരു കരാർ ഒപ്പിച്ചു. കാരണം ന്യൂക്ലിയറുമായിട്ട് ജോയിന്റ് കോംപ്രമൈസ് ആക്ഷൻ പ്ലാൻ, JCPO, പ്ലാൻ ഓഫ് ആക്ഷൻ. അതാണ് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, JCPA. അപ്പം ഈ സംഭവമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നേരത്തെ, ഫസ്റ്റ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ആദ്യം അത് വീറ്റോ ചെയ്തിട്ട് ദൂരെ കളഞ്ഞു. അതായത് എക്സിക്യൂട്ടീവ് ഓർഡറെ കൂടെ അത് ക്യാൻസൽ ചെയ്തു. ഇറാന് ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല. അത് ആ റീജിയൻ്റെ അകത്ത് പ്രശ്നമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് സൗദി അറേബ്യ, ഇസ്രായേലല്ല. പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം ട്രംപിനോട് പറഞ്ഞ് ഇത് ചെയ്തേ മതിയാവത്തുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇറാന് ന്യൂക്ലിയർ ടെസ്റ്റും എക്സ്പെരിമെൻറ്റും നടത്താൻ പറ്റില്ല, ന്യൂക്ലിയർ ഫെസിലിറ്റി ആ റീജിയൻ്റെ അകത്ത് ഇറാൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴെന്താണ് ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ കാരണം? അതായത് ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്ന സമയത്ത് ബാക്ക് ടു ബാക്ക് അൺഒഫീഷ്യലായിട്ട് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ഡിസ്കഷൻ നടന്നു. അതിനകത്ത് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ആവശ്യപ്പെട്ടു, അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ മറുപടി വേണം. ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ന്യൂക്ലിയർ ഈ ടെസ്റ്റിൽ നിന്നും പരിപാടിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ആകണം, അത് നശിപ്പിക്കണം. അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സിനെ അത് വിസിറ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇപ്പോൾ ഇറാനിയൻ വിദേശകാര്യ അതിനുശേഷം പറഞ്ഞു, അത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, സുരക്ഷിത ആവശ്യമാണ്. അവരത് ഉപയോഗിക്കുന്ന പീസ്, അതായത് മറ്റുള്ള പർപ്പസിനാണ്, അത് വാർ വെപ്പൺസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അമേരിക്കൻ ഡിപ്ലോമാറ്റ് ഇറാനിയൻ അംബാസഡറോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കും. അപ്പം നമ്മൾ മറ്റൊരു സംഭവം കൂടെ നോക്കുക. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ പെട്ടെന്നാണ്, നേരത്തെ പ്ലാൻ ചെയ്തതാണ്, മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ട് വന്ന അമേരിക്കയുടെ സ്റ്റീഫൻ വിറ്റ്കോഫ് ഇസ്രായേലി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നു. അതായത് പ്രിപ്പയർ ചെയ്യുക, അവർ തയ്യാറാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കാൻ. ഇനി നമുക്ക് നോക്കാം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് എവിടേക്കാണ് എമേർജ് ചെയ്തിരിക്കുന്നത്. ഇറാന് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് റഷ്യ. അതേപോലെ തന്നെ ഇറാന് ഈ മീഡിയം റേഞ്ച് മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ അത് പ്രധാനപ്പെട്ട പാർട്ടായ കെമിക്കലായ സോഡിയം പെർക്കോലൈറ്റ് അത് സപ്ലൈ ചെയ്തത് ചൈനയാണ്. പക്ഷെ അമേരിക്ക പ്രഷറൈസ് ചെയ്ത് ഷിപ്മെൻ്റ് കഴിഞ്ഞ സംഭവമാണ്. ഇടയ്ക്ക് വെച്ച് ചൈന ആ ഷിപ്പ് തിരിച്ച് പോർട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഷിപ്പ് അവിടെ തിരിച്ച് പോർട്ട്, കാരണം അവരും അമേരിക്കയെ പിണക്കാൻ തയ്യാറല്ല. അതായത് ഈ ഒരു സന്ദർഭമാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിനും ഇറാനെ ആക്രമിക്കാൻ പറ്റിയ സമയം. കാരണം റഷ്യ ഒരു ഭാഗത്ത് എൻഗേജ്ഡാണ് ഉക്രൈനുമായിട്ട്, അവരുടെ വെപ്പൺസ് ഒന്നുമില്ല കയ്യിൽ ഇറാനെ സഹായിക്കാൻ. അതൊരു ഘടകം.
ചൈനയാണെങ്കിൽ വളരെ ന്യൂട്രലായി. അതാണ് ഇന്നലെ ട്രംപിൻ്റെ തീരുമാനം വന്നത്. നേരത്തെ ചൈനയ്ക്കെതിരെ 50% ടാരിഫ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ 100%. പെട്ടെന്ന് ട്രംപ് അത് മാറ്റിയിട്ട് 10% ടാരിഫേ ഉള്ളൂ ചൈനയ്ക്ക്. അതായത് ചൈന പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കൂടെ നിൽക്കണം. ചൈനയ്ക്ക് ഒറ്റ താല്പര്യമുള്ള അവരുടെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ല അവർക്ക് ലോകത്ത് ആരുടെയും ഇൻട്രസ്റ്റ് ഇല്ല. ഈ ബാക്കിയെല്ലാം ചൈന കാണിക്കുന്ന ഗിമിക്സാണ്. ഇപ്പോൾ ഒരു കാരണവശാലും ചൈനയെ സപ്പോർട്ട് ചെയ്യരുത്, റഷ്യയെ സപ്പോർട്ട്. ഇതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജി. ഗെയിം പ്ലാൻ ഭയങ്കരമാണ്. അതിൻ്റെ സമയം നോക്കണം. എപ്പോഴും വാറിന് ചൂസ് ചെയ്യുന്ന സമയം നോക്കണം. എല്ലാ രാജ്യങ്ങളും ഇറാനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയം. ഇറാൻ്റെ പ്രോക്സീസ് മുഴുവനും പോയി, ഹിസ്ബുള്ള പോയി, ഹമാസ് പോയി, ഹൂത്തികൾ പോയി, ബാക്കി ഇറാഖിലുണ്ടായിരുന്ന പല പ്രോക്സീസും അത് കംപ്ലീറ്റ് ആയിട്ട് അതും നാശമായി പോയി. അതേപോലെ തന്നെ സൗദി അറേബ്യ എങ്ങനെയെങ്കിലും ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് തീർക്കണം, ഫെസിലിറ്റി തീർക്കണം, UAE ആവശ്യമാണ്. അതായത് ഈ ഒരു സന്ദർഭം, അതായത് റഷ്യ അവിടെ എൻഗേജ്ഡ്, ചൈന ടാരിഫിൽ എൻഗേജ്ഡ്, അറേബ്യൻ രാജ്യങ്ങൾ മറ്റുള്ള കാര്യത്തിൽ എൻഗേജ്ഡ്. പറ്റിയ സമയം കയറി അടിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇസ്രായേലി അമേരിക്കൻ ഡ്രോൺസ് താഴ്ന്ന് പറക്കുകയാണ് ഇറാനിൽ, ഇറാൻ്റെ ടെറിട്ടറിക്കകത്തൂടെ. ഇത് ട്രയലായിട്ടുള്ള ഡ്രോണാണ്. കാരണം ഇത് ഫയർ ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, അവരെ കാണിക്കാൻ വേണ്ടി. അപ്പോഴും ഒരു മനസ്സിലാക്കിയ സംഭവം, ഇറാൻ്റെ കയ്യിൽ ഈ ഡ്രോൺസിനെ ഫയർ ചെയ്യാനുള്ള വെപ്പൺസ് പോലും കയ്യിലില്ല. അപ്പോൾ അതും ഒരു കൺഫർമേഷനായി. കാരണം ഡ്രോൺസ് ഓൾറെഡി പിക്ചർ, വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും സാറ്റലൈറ്റ് ത്രൂ. പക്ഷെ അവിടുന്ന് ടെഹ്റാൻ്റെ മുകളിൽ കൂടെ പല ആവർത്തി അമേരിക്കൻ ഇസ്രായേൽ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് പോലും അവരെ ഫയർ ചെയ്യാനുള്ള വെപ്പൺസ് ഇറാൻ്റെ കയ്യിലില്ല. ഞാൻ പറയുന്നത് വാറിൻ്റെ ഓരോ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് സംഗ്രമിക്കാം. എന്താണ് സംഭവം? അതായത് ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞിട്ട് നോക്കുക. ട്രംപ് എന്താണ് പറഞ്ഞ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അതിനുശേഷവും 24 മണിക്കൂറിനുള്ളിൽ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള വാർ നിർത്തും. അതിനുശേഷം റഷ്യൻ പ്രസിഡന്റ് അതിന് അനുകൂലമായി പ്രതികരിച്ചു, വ്ളാദിമിർ പുടിൻ അനുകൂലമായി പ്രതികരിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴൊന്നും സംസാരിക്കുന്നില്ല. കാരണം വാർ നിർത്താൻ സമയമായിട്ടില്ല. ആദ്യം ഡീല് ചെയ്യുന്നത് ഇറാനെയാണ്. വാറിനൊരു സമയമുണ്ട്. ഓരോന്ന് നോക്കുക. ലെബനൻ തീർന്നു, അമേരിക്കയ്ക്ക് അനുകൂലമായി. ഹിസ്ബുള്ള, ഹമാസ്, ഇതെല്ലാം ഫ്രണ്ട് ലൈനായിരുന്നു ഇറാൻ്റെ, അതിനെ തീർത്തു. മറ്റുള്ള പ്രോക്സീസിനെ തീർത്തു. സിറിയ അമേരിക്കയുടെ കയ്യില, ജൊലാനി ഭരിക്കുന്ന അമേരിക്കയുടെ കയ്യില. റഷ്യൻ ബേസ് സിറിയയിലുണ്ടായിരുന്നു, അതിപ്പോഴില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ ഒറ്റപ്പെട്ടു. ഇപ്പോഴവരെ കയറി അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ആരും ചോദിക്കാനും ഇല്ല. ഈ സാധനം 2-3 മണിക്കൂർ കൊണ്ടങ്ങ് തീരും. ഇതാണ് സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോട്ടായി ഡിസ്കഷൻ നടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നുള്ളത് വരാനുള്ള 4-5 ദിവസത്തിനുള്ളിൽ അറിയാം. കാരണം വാർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇറാനെ സഹായിക്കാൻ ആരുമില്ല. അമേരിക്കൻ ബേസുകൾ ചുറ്റുമുണ്ട്. അമേരിക്കൻ വാർഷിപ്പുകൾ ഇറാൻ്റെ സൈഡിലോട്ട് അടുക്കുകയാണ്. ഇതൊക്കെ പല സാറ്റലൈറ്റ് ഇത് കാണിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി അതായത് വാർ തുടങ്ങാൻ പോവുകയാണ്, ഇറാനെ തകർക്കാൻ പോകും. അതായത് ഇറാൻ ഇനി ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സംപൂജ്യമായ ഇറാനാണ്. വേണമെങ്കിൽ കേരളത്തിലെ സുഡാപ്പികൾക്കും ഈ പറയുന്ന കോഴിക്കോടുള്ള സാറ്റലൈറ്റ് ആണ് ചില യൂട്യൂബേഴ്സിനും ഇറാൻ്റെ ഫോട്ടോയും ചരിത്രവും ഒക്കെ അവിടെ എടുത്ത് സ്റ്റഫ് ചെയ്ത് വെക്കാം. ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയാം, വാർ തുടങ്ങും, ഇറാനെ തോലയ്ക്കും. ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസും ന്യൂക്ലിയർ കേപ്പബിലിറ്റി മുഴുവൻ എടുത്ത് അടിച്ച് ദൂരക്കളയും. അവിടുത്തെ ഷിയ ഭരണം മുഴുവൻ ദൂരക്കളയും. അതിനുശേഷം അവിടെ ജനാധിപത്യ ഭരണം വരാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് നല്ലപോലെ ഗ്രോ ചെയ്ത് കഴിഞ്ഞു. മസൂദ് പെഷഷ്കാൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ബിലീവറാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സാഹചര്യം വെച്ച് ഇറാൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള ഒരു സംഭവം, പണ്ടത്തെ ഇറാനെ വെച്ചും പണ്ട് ഇറാൻ വലിയ സംഭവമായിരുന്നൊക്കെ വെച്ചുകൊണ്ട് ഒരു മിനി പാകിസ്ഥാനിൽ ഒരു സാധനം, ഒരു മ്യൂസിയം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ റിമംബറൻസ് ആയിട്ട് ആലോചിക്കാം എന്തായിരുന്നു ഇറാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മാട ചെയ്യും, കോട ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു.
ഇതിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വിഡ്ഢിത്തരവും പൊട്ടത്തരവുമാണ്. അത് തെളിയിക്കാൻ ഒരു 4-5 ദിവസം കഴിയട്ടെ. ഈ സാധനത്തോടു കൂടി ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഇറാൻ ഉണ്ടായിരുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയിലോട്ട് സംഭവം മാറാൻ പോവുകയാണ്. ഇത് ലോകത്തിലുണ്ടാകാൻ പോകുന്ന മാറ്റം അതോടുകൂടി വലിയ രീതിയിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ വലിയ മാറ്റമാണ് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്.